കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉണ്ടായിരുന്ന 2-3 വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ സാമ്പാർ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ താളിക്കാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാകുന്ന ദിവസം ലഞ്ചിന് പിള്ളേർക്ക് അത് തന്നെയാണ് കൊടുത്ത് വിടൽ. ഇതിപ്പോൾ സ്കൂൾ തുറന്നല്ലേ ഉള്ളൂ, സ്റ്റാർട്ടിങ് തന്നെയല്ലേ, അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുത്ത് വിടണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് സ്കൂളിലേക്കൊന്നും കൊടുത്തു വിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് കൊടുത്തിടാനുള്ള കറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഒപ്പിച്ചോ എന്ന് വെച്ചാൽ ഒപ്പിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ലഞ്ചിന് കൊടുത്തുവിടാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോറൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറൊക്കെ തളിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ സാമ്പാറിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചില്ല എന്നുള്ള കാര്യം മറന്നു. ഇതെന്താ അറിയില്ല, കുറച്ചധികം ദിവസമായിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കിയിട്ട് തന്നെ, അതുകൊണ്ടായിരിക്കും മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റേതായ വേറെ കുറവുകളോ കാര്യങ്ങളൊന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ദിവസം കൂടി കഴിച്ചുകൊണ്ടായിരിക്കും ആരും ഒന്നും പറയാതെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് കാര്യം പുളിയൊന്നും മനസ്സിലായില്ലെങ്കിലും നമുക്ക് വലിയ ആളുകൾക്ക് മനസ്സിലാവേണ്ടതാലോ. പക്ഷേ അതൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിള്ളേർ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അവർക്കിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കളർ ഡ്രസ്സാണ് കേട്ടോ യൂണിഫോം. 3 പേർക്കും തയ്ക്കണം. ഐറു പിന്നെ ആദ്യമായിട്ട് പോണതുകൊണ്ട് തയ്ക്കണം. ഐഷുവിന് 5ാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് യൂണിഫോം ചേഞ്ച് ആവാണ്. പിന്നെ മമ്മൂൻ്റെ ആണെങ്കിലും യൂണിഫോം ഭയങ്കര ചെറുതായി പോയതുകൊണ്ട് 3 പേർക്കും എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ തയ്ച്ച് കിട്ടാത്തതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ വിട്ടിട്ട് പിന്നെ നേരെ നമ്മളൊരു വാച്ച് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു വാച്ച് ഹാമ്പർ 2 കൊടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് 2 വാച്ചും വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ വലിയ കാര്യമായിട്ട് വീഡിയോസ് നിർത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നേരത്ത് നമ്മൾ ബീഫ് ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 2 ബേബിക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഒരു ബേബി ഗേളിനും ഒരു ബേബി ബോയ്ക്കും ഉള്ള ഡ്രസ്സ് കൊടുക്കണമായിരുന്നു. ഫാമിലി തന്നെ 2 പേര് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ടായിരുന്നു. എൻ്റെ തിരക്കും കാര്യങ്ങളെ കൊണ്ട് എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതങ്ങനെ നോക്കി. നമ്മൾ ബേബി ഗേളിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ആ കാണിച്ച പിങ്ക് കളർ ഉടുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോയ്ക്ക് ഇതായി എടുക്കുന്ന ഡ്രസ്സാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ബോയുടെ ഒന്നും ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗേളിൻ്റെ ഉടുപ്പിൻ്റെയൊക്കെ കളക്ഷൻ എവിടെ കണ്ടാലും ഞാൻ കുറേ നോക്കും. അങ്ങനെ മമ്മൂനായാലും എടുക്കാൻ നേരത്തെ എനിക്ക് വലിയ താമസം വരാറില്ല. പക്ഷേ ഐഷുവിനും ഐറൂനൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നോക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ ആ ഒരു പിങ്ക് കളർ ഉടുപ്പ് എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലും ഒക്കെ ആയിരിക്കും പിള്ളേർക്ക് ഇടാനൊക്കെ ആയിട്ട് നല്ല സുഖമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബില്ലൊക്കെ ആക്കി പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി വിശാൽ മാർട്ടിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ വിശാൽ മാർട്ടിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കേക്കിൻ്റെ ആവശ്യത്തിന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അങ്ങനെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പ്രിൻ്റ് ഷോപ്പിൽ വന്ന്, സാധാരണ ഞാൻ വന്നപ്പോഴത്തേക്കും പ്രിൻ്റ് ഷോപ്പ് അടച്ചിട്ട് പ്രിൻ്റ് അവർ വെളിയിൽ വെച്ചിട്ട് പോകാനാണ് പതിവ്. ഇന്നെന്തായാലും ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. അങ്ങനെ അതും വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള തെർമോക്കോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. തെർമോക്കോൾ ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ ആ ചേച്ചിനെ കൊണ്ട് അത് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് അങ്ങനെ കൂടുതലിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഹാമ്പറും റെഡിയാക്കി അതും കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.